ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം യെശയ്യാ പ്രവചനം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 1-ാം വാക്യം. യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലക എടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശാലാൽ ഹാഷ്ബസ് എന്ന് എഴുതുക. യെശയ്യാ പ്രവാചകന്റെ കാലത്ത് യഹൂദ ജനത രാഷ്ട്രീയ ഭയത്തിലും ആത്മീയ വീഴ്ചയിലുമായിരുന്നു. ഇവിടെ ശത്രുക്കളുടെ ഭീഷണി കാരണം അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യ സഹായം തേടുകയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് യഹോവ യെശയ്യാ പ്രവാചകനോട് ഒരു വലിയ പലക എടുക്കുവാനും അതിൽ സാമാന്യ അക്ഷരത്തിൽ ഒരു പേര് എഴുതുവാനും ആ പേര് തൻ്റെ മകന് നൽകണമെന്നും കൽപ്പിക്കുന്നത്. മഹേർ ശാലാൽ ഹാഷ്ബസ് എന്നതായിരുന്നു ആ പേര്. അതിൻ്റെ അർത്ഥം ഇതാണ്: കൊള്ള വേഗം, കവർച്ച ഉടൻ. ഈ പേര് ദൈവിക ന്യായവിധിയുടെ ഒരു പ്രവചനമായിരുന്നു. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പേര് തകർച്ചയുടെ സൂചകം. നിസ്സാരമായി അശ്ശൂർ ദേശത്തെ ഉന്മൂലനം ചെയ്യാമെന്ന പ്രേരണയാൽ ഉണ്ടാക്കിയ സിറിയ ഇസ്രായേൽ സഖ്യം തകർന്നു പോകും എന്നതാണ് ഇവിടുത്തെ പ്രവചനം. അനാവശ്യ കൂട്ടുകെട്ടുകളും അനാവശ്യ ഇടപെടലുകളും അപകടം വരുത്തുമെന്നതിൽ തർക്കമില്ല. ദൈവത്തെ അവിശ്വസിക്കുന്ന രാജാക്കന്മാർക്ക് രക്ഷയുടെ അടയാളം ഇവിടെ ശിക്ഷയായി മാറുന്നു. ഈ പേര് അനുഗ്രഹമോ പ്രത്യാശയോ നൽകുന്നതല്ല, പിന്നെയോ തകർച്ചയുടെയും ന്യായവിധിയുടെയും അടയാളമായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു പേരിന് പോലും ദൈവത്തിൻ്റെ സന്ദേശം വഹിക്കുവാനാകും എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. നമുക്ക് ഇമ്മാനുവേൽ എന്ന പേര് അറിയാം. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. എന്നാൽ ഇവിടെ പാപം ജീവിതത്തെ വികലമാക്കുകയും അത് ന്യായവിധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാം. നിയമങ്ങൾക്കും തന്നിഷ്ടങ്ങൾക്കും അപ്പുറം അപരൻ്റെ നൊമ്പരങ്ങളെ മനസ്സിലാക്കുന്നതിൽ അപര്യാപ്തത സംഭവിക്കുന്നു. അതിനാൽ അപരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാനാവില്ല എന്ന തിരിച്ചറിവുകൾ നമ്മിലുണ്ടാകണം. ഇവിടെ ഈ പേരിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത് നശിപ്പിക്കുവാനല്ല, പിന്നെയോ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനാണ്. അങ്ങനെ ദൈവം നൽകുന്ന അടയാളങ്ങൾ നമ്മെ എന്നും നന്മയിലേക്ക് നയിക്കട്ടെ. രണ്ടാമതായിട്ട് പേര് വികലമായ നാമത്തിൻ്റെ പ്രതീകം. പേരിലെ പിഴവുകൾ ഒരാളുടെ തനിമയെ തന്നെ ഇല്ലാതാക്കും. ഇവിടെ സ്വന്തം മകന് തന്നെ വികലമായ പേര് ലഭിക്കുവാനായിട്ട് കാരണമാകുന്നു. ഇമ്മാനുവേൽ എന്ന പേര് പ്രവചനം പോലെ അടയാള നിവൃത്തി സംഭവിക്കുന്നു. ശിംശോൻ അഥവാ സൂര്യനെ പോലെയുള്ളവൻ കത്തി ജ്വലിച്ചു നിൽക്കുകയും സ്വന്തം ചാബല്യങ്ങൾ കാരണം നാശത്തിന് ഇരയായി തീരുകയും ചെയ്യുന്നു. ഇവിടെ ഈ വികലമായ പേരുപോലെ ആ കുട്ടിക്ക് പ്രായമാകുന്നതിന് മുമ്പ് ധനവും കൊള്ളമുതലും അസീറിയക്കാർ കൊണ്ടുപോകും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇത്തരത്തിൽ വികലമായ നാമത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും പുതിയ പാഠങ്ങൾ കണ്ടെത്തുവാൻ ഏവർക്കും സാധിക്കണം. നല്ല സ്വഭാവം നല്ല സാക്ഷ്യം നൽകും. ദൈവഭയത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാനും നല്ല പേര് സമ്പാദിക്കുവാനും ഒരു സമൂഹത്തിൻ്റെ തകർച്ചയ്ക്കായല്ല വളർച്ചയ്ക്കായി ആവോളം പ്രയത്നിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ പേരോ ജീവിതമോ ന്യായവിധിക്ക് ഹേതുകരമാകാതെ സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പേരും ജീവിതവും സാക്ഷ്യവും ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. ആമേൻ.